ഹായ് ഫ്രണ്ട്സ്, എൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു DB കൺസീൽ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന DB കൺസീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ DB വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇത് V-Guard കമ്പനിയുടെ TPN 4-way DB ആണ്. കമ്പനി ഇതിന് ഒരു കവറൊക്കെ തരുന്നുണ്ട്. പ്ലാസ്റ്ററിങ്ങിൻ്റെ ടൈമിനൊക്കെ സിമെൻ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ DB വെക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ അഴിച്ചു വെക്കണം. കാരണം ഇതിൻ്റെ അകത്ത് സിമെൻ്റൊക്കെ കയറിയാൽ ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഫിറ്റിങ്സും നമ്മൾ ആദ്യം തന്നെ അഴിച്ചു വെക്കുന്നത്. അതുപോലെ ഈ DB നമ്മൾ തിരഞ്ഞെടുത്തത് 2 ന്യൂട്രൽ ലിങ്കുള്ള DB ആണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഒന്ന് പവർ സെക്ഷൻ്റെയോ ഒന്ന് ഇൻവെർട്ടർ സെക്ഷൻ്റെയോ ന്യൂട്രൽ സെപ്പറേറ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ന്യൂട്രൽ ലിങ്ക് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഇനി ഇതിലെ എല്ലാ ഫിറ്റിങ്സുകളും അഴിച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ DBയിലുള്ള എല്ലാ ഹോൾസുകളും നമ്മൾ ഒരു മാസ്കിൻ്റെ ടേപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടി ഉറുമ്പുകൂടിയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അതുമല്ല മണ്ണൊക്കെ കയറിയാൽ ഇത് DBയിലുള്ള RCCBയും ബ്രേക്കറിൻ്റെ ഒക്കെ മുകളിൽ മണ്ണ് വീഴും. അങ്ങനെ അത് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് ഈ എല്ലാ ഹോൾസും നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് അടച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള എല്ലാ ഹോൾസുകളും മാസ്കിൻ്റെ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സ്ക്രൂവിൻ്റെ മുകളിലൊക്കെ നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് കവർ ചെയ്ത് കൊടുക്കണം. ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ടൈമിനൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളവും സിമെൻറ്റൊക്കെ തട്ടിയാൽ സ്ക്രൂ ഒക്കെ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ ബ്രേക്കറുകളൊക്കെ വെക്കുന്ന റെയിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂ ഇതിൻ്റെ പുറകിലോട്ട് തള്ളി നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ പുറകിൽ കറക്റ്റായി ഒട്ടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അയച്ചെടുക്കുമ്പോൾ അത് സിമെൻറ്റിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുവഴിയാണ് DBയിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഇതിന് വരുന്നത് 25 mm നോക്കൗട്ടാണ്. 25 mm പൈപ്പ് ഇതിലേക്ക് കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. നമുക്കിത് പൈപ്പ് ഡയറക്റ്റ് വിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അഡാപ്റ്ററുകൾ വാങ്ങാൻ കിട്ടും. ഇതുപോലുള്ള അഡാപ്റ്ററുകൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ DBയിലേക്ക് പൊടിയൊക്കെ കയറുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ഇതിൻ്റെ ത്രെഡ് അയച്ചെടുത്തതിന് ശേഷം DBയിലേക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അടിയിൽ നിന്ന് ഈ ത്രെഡ് ഇട്ട് ടൈറ്റ് ആക്കിയാൽ അതുവഴിയുള്ള പൊടിയൊന്നും DBയിലേക്ക് കയറില്ല. ഇത് നമുക്ക് 25-ലും അതുപോലെ 20 mm-ലും അവൈലബിൾ ആണ്. ഇത് 25-ൻ്റെ ആണ്, ഇത് 20 ആണ്. 20 mm-ൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ അഡാപ്റ്റർ ഉപയോഗിക്കാതെ പൈപ്പ് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇറക്കുകയാണെങ്കിൽ പൊടിയൊന്നും കയറാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വർക്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളത് തന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ DB കൺസീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. DB ചുമരിൽ ഫിറ്റാക്കുന്നതിന് വേണ്ടി ചുമരൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വുഡിൻ്റെ പീസ് അടിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ തേപ്പ് കനം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വുഡിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് നമുക്ക് സിമെൻറ്റൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ സിമെൻറ്റൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡിലും നന്നായി സിമെൻറ്റ് ഇട്ട് കൊടുക്കണം. ഒരു ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ സിമെൻറ്റ് ഇടണം. ബേക്ക് ഭാഗമൊക്കെ നന്നായി ഫില്ല് ചെയ്യുന്ന വിധത്തിലായിരിക്കണം സിമെൻറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ മുകളിൽ നിന്ന് നോക്കിയാൽ ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും സിമെൻറ്റ് ഇട്ട് അടക്കണം. എന്നുവെച്ചാൽ അതുവഴിയൊന്നും പൊടിയൊന്നും DBയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സിമെൻറ്റ് ടൈറ്റാക്കി ഇട്ട് കൊടുക്കണം. ഈ രണ്ട് ഭാഗവും ഇനി സിമെൻറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഉൾഭാഗമൊക്കെ ഇതിൻ്റെ സിമെൻറ്റ് നിറഞ്ഞ് നിൽക്കും. ഇത് വെച്ചതിന് ശേഷം നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ച് ഇതൊന്ന് നോക്കണം, കറക്റ്റ് ലെവലാണോ വെച്ചതെന്നൊക്കെ. ഇപ്പോൾ ഇത് കറക്റ്റ് ലെവലാണ് വെച്ചത്. 2 ഭാഗവും നമുക്ക് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി DBയിലേക്ക് എല്ലാ റൂമിൽ നിന്നും പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതുവഴിയാണ് നമ്മളിനി പൈപ്പ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ റൂമിൽ നിന്നും വരുന്ന പൈപ്പും DBയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടല്ല ഇതിൻ്റെ അകത്തേക്ക് പൈപ്പ് കണക്ട് ചെയ്തത്. പൈപ്പ് ഡയറക്റ്റാണ് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തത്. എല്ലാം 25-ൻ്റെ പൈപ്പ് ആയതുകൊണ്ട് അഡാപ്റ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ എല്ലാ 25-ൻ്റെ പൈപ്പാണ്. പൈപ്പിലേക്ക് തേപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു കമ്പി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് GI വയറാണിത്. GI വയർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ തേപ്പ് പൈപ്പിലേക്ക് പിടിച്ചു നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് ലൂസാകും. ഇതിനെ ഒരുപാട് ആണി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് GI വയർ ഉപയോഗിച്ച് ടൈറ്റാക്കിയത്. ഇതിനകത്തേക്ക് 7 പൈപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. 7ഉം 25-ൻ്റെ പൈപ്പാണ്.
വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും ഡി വിയിലേക്ക് പൈപ്പ് ഇറങ്ങിയ ഭാഗത്ത് വലിയ ഗ്യാപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സിമെൻ്റ് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. ഡി വിയുടെ ബാക്കി 3 ഭാഗവും സിമെൻ്റ് ഇട്ട് ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്താണ് സിമെൻ്റ് ഇടാനുള്ളത്. ആ സിമെൻ്റ് ഇടുന്നത് കുറച്ച് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് സിമെൻ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ പൈപ്പിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പൊടി ഇറങ്ങുന്നത് നേരെ ബ്രേക്കറിൻ്റെ മുകളിലായിരിക്കും. അപ്പം ബ്രേക്കറൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് ഒരു വിധത്തിൽ പൊടി ഉള്ളിലേക്ക് കടക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ സിമെൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൈപ്പിന് ചെറിയൊരു മുട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ല കറക്റ്റായിട്ട് ഫില്ല് ആയി നിന്നോളും. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഡി വിയിലേക്ക് പൈപ്പ് ഇറങ്ങിയ ഭാഗത്തൊക്കെ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നതെന്ന്. ഞാനിതുപോലെ പൈപ്പ് അടിച്ചതിന് ശേഷം ഇങ്ങനെ സിമെൻറ്റ് ഫില്ല് ചെയ്ത് എല്ലാ ഗ്യാപ്പും അടക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡി വിയിലൊന്നും അങ്ങനെ പൊടി കയറിയിട്ട് ബ്രേക്കർ നശിച്ചു പോകുന്ന ഒരു കംപ്ലൈൻറ്റും നമുക്ക് കിട്ടാറില്ല. ഇതുപോലെ മുകളിൽ ലൂസാക്കിയിട്ട് സിമെൻറ്റ് ഇടുകയാണെങ്കിൽ ഈ പൈപ്പിൻ്റെ ഗ്യാപ്പിലേക്ക് കൂടി ഒലിച്ചിറങ്ങി വന്ന ഇതുപോലെ വരും. അങ്ങനെ ആകുമ്പോൾ പൈപ്പിൻ്റെ ഗ്യാപ്പൊക്കെ കറക്റ്റ് ഫില്ലായിട്ട് അവിടെ നിന്നോളൂ. പിന്നെ അതിലേക്ക് കൂടി ഒരു പൊടി പോലും ഉള്ളിലേക്ക് കിടക്കില്ല. അങ്ങനെ എല്ലാ പൈപ്പിൻ്റെ ഗ്യാപ്പും ഇതുപോലെ സിമെൻറ്റ് ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു പൈപ്പിൻ്റെ ഗ്യാപ്പിലേക്ക് കൂടിയും അങ്ങനെ പൊടിയൊന്നും കയറില്ല. ഇതുപോലെ ലൂസായി സിമെൻ്റ് ഇട്ടതുകൊണ്ട് തന്നെ എല്ലാ പൈപ്പിൻ്റെ ഗ്യാപ്പിലെ കൂടിയും സിമെൻ്റ് ഒലിച്ച് താഴോട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാ പൈപ്പിൻ്റെ ഗ്യാപ്പും കറക്റ്റായിട്ട് അത് ഫില്ലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഡി വിയിലേക്ക് പൈപ്പെല്ലാം ഇറക്കിയതിന് ശേഷം പൈപ്പിന് മുകളിൽ ഒരു വട്ടം സിമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡി വിയിലേക്ക് കുറേയധികം പൈപ്പ് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പിന് മുകളിൽ ചെറിയ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതുപോലുള്ള നെറ്റ് വാങ്ങാൻ കിട്ടും. ഈ നെറ്റ് നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്തതിന് മുകളിൽ വെച്ച് ഒന്നുകൂടി സിമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ വീടിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ക്രാക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡി വി കൺസീൽ ചെയ്യാറ്. ഇനി ഡി വി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്കായ സിമെൻറ്റൊക്കെ നമ്മളൊരു തുണിയെടുത്ത് ഒന്ന് നീറ്റാക്കി വെക്കുന്നുണ്ട്, തുടച്ച് നീറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡി വി വെക്കുന്ന വർക്ക് ഇവിടെ കഴിയുകയാണ്. വീഡിയോയിൽ മുന്നേ പറഞ്ഞിരുന്നു കമ്പനിക്കാർ ഇതിനൊരു കവറൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ ടൈമിന് സിമെൻറ്റും ഒന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവർ വരുന്നത്. അപ്പോൾ ഈ കവറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്